നോമൻക്ലേച്ചർ ഓഫ് ഈതേഴ്സ്. ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് ഈതറിൻ്റെ IUPAC നെയിം. ഈതേഴ്സ് ആർ റിഗാർഡഡ് ആസ് hydrocarbon derivatives in which a hydrogen atom is replaced by an OR or OAR group where R and A R represent alkyl and aryl groups. ഹൈഡ്രോകാർബണിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് ഈതറിനെ കൺസിഡർ ചെയ്യുന്നത്. ഹൈഡ്രോകാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം OR ഗ്രൂപ്പ് അല്ലെങ്കിൽ OAR ഗ്രൂപ്പ് ചേർത്താൽ ഈതർ കിട്ടും. വേർ R റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പും AR എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അരൈൽ ഗ്രൂപ്പിനെയുമാണ്. ദ ലാർജർ R ഗ്രൂപ്പ് is chosen as the parent hydrocarbon. 2 R ഗ്രൂപ്പ് ഉണ്ടാവും ഈതറിൽ. അതിലെ ലാർജസ്റ്റ് ഗ്രൂപ്പാണ് പാരന്റ് ഹൈഡ്രോകാർബൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഈതറിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. CH3OCH3 കോമൺ നെയിം ഡൈമീഥൈൽ ഈതർ. IUPAC നെയിം മിഥോക്സി മീഥേൻ. ഇതൊരു സിമ്മട്രിക്കൽ ഈതറാണ്. ഓക്സിജൻ ആറ്റത്തിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് സിമിലർ ആണ്. അനദർ എക്സാമ്പിൾ C2H5OC2H5. ഇതും സിമ്മട്രിക്കൽ ഈതറാണ്. കോമൺ നെയിം ഡൈ ഈഥൈൽ ഈതർ. IUPAC നെയിം ഇതോക്സി ഈഥേൻ. നെക്സ്റ്റ് എക്സാമ്പിൾ CH3OCH2CH2CH3. കോമൺ നെയിം മീഥൈൽ എൻ പ്രൊപ്പൈൽ ഈതർ. ഇവിടെ ഓക്സിജൻ ആറ്റത്തിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു അൺസിമെട്രിക്കൽ അല്ലെങ്കിൽ മിക്സ്ഡ് ഈതറാണ്. ഇങ്ങനെയുള്ള ഈതറിനെ നെയിം ചെയ്യുമ്പോൾ ലോങ്ങസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പാണ് പാരന്റ് ഹൈഡ്രോകാർബൺ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതായത് ലോങ്ങസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരിലാണ് നെയിം എൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ IUPAC നെയിം 1-മിഥോക്സി പ്രൊപ്പൈൻ എന്നായിരിക്കും. ഒരു സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പും മറ്റേ സൈഡിലുള്ളത് പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ്. അതിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ് പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് അതായിരിക്കും പാരന്റ് ഹൈഡ്രോകാർബൺ ഗ്രൂപ്പ്. ഇതിന്റെ നെയിം 1-മിഥോക്സി പ്രൊപ്പൈൻ എന്നാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ C6H5OCH3. കോമൺ നെയിം മീഥൈൽ ഫിനൈൽ ഈതർ അല്ലെങ്കിൽ അനിസോൾ. IUPAC നെയിം മിഥോക്സി ബെൻസീൻ. Another example is C6H5OCH2CH3. Common name ethyl phenyl ether or phenetol. IUPAC name ethoxy benzene. Next example C6H5O CH2 6 times CH3. Common name heptyl phenyl ether. IUPAC name 1-phenoxyheptane. Structure of functional group in alcohols. ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. The carbon oxygen hydrogen bond angle is 109 degree. കാർബണും ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി ആയിരിക്കും. ആൽക്കഹോളിൽ കാർബൺ ആറ്റം OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു.
OH ഗ്രൂപ്പിനെ കൂടാതെ മറ്റു കാർബൺ ആറ്റംസുമായിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ടോ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഫസ്റ്റ് മെത്തേഡ്, ഫ്രം ആൽക്കീൻസ് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് hydration. Alkenes react with water in the presence of acid as catalyst to form alcohols. Alkenes ആസിഡിൻ്റെ പ്രസൻസിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോൾസ് ഫോം ചെയ്യുന്നു. ഇൻ ദ കേസ് ഓഫ് അൺസിമെട്രിക്കൽ ആൽക്കീൻസ്, the addition reaction takes place in accordance with Markovnikov's rule. Unsymmetrical alkeneലേക്ക് H2O ആഡ് ചെയ്യുന്ന പ്രോസസ്സ് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചാണ് നടക്കുന്നത്. മാർക്കോണിക്കോഫ് റൂള് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ റിയേജൻറ്റിലെ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ട് വരുന്ന കാർബണിൽ ഏതിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് മാർക്കോണിക്കോഫ് റൂള്. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിലെ നെഗറ്റീവ് പാർട്ടായ OH- ഡബിൾ ബോണ്ട് വരുന്ന കാർബണിൽ ഏതിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് ആ കാർബണിലായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O ഇൻ പ്രസൻസ് ഓഫ് H+ gives CH3 CH2OH. എത്തീന് ഹൈഡ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൽക്കഹോള് എത്തനോൾ ആയിരിക്കും. എത്തീൻ ഒരു സിമ്മട്രിക്കൽ ആൽക്കീനാണ്. അതുകൊണ്ട് പോസിറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് ആണെങ്കിലും നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് ആണെങ്കിലും ഏത് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്താലും സെയിം പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഇനി ഒരു അൺസിമ്മട്രിക്കൽ ആൽക്കീന് നോക്കുക. CH3 CH ഡബിൾ ബോണ്ട് CH2 plus H2O in presence of H+ gives CH3 CHOH CH3. പ്രൊപ്പീനെ ഹൈഡ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൊപ്പാൻ 2-ol ആയിരിക്കും. പ്രൊപ്പീൻ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അതുകൊണ്ട് വാട്ടറിലെ നെഗറ്റീവ് പാർട്ട് പോകുന്നത് ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബൺ ആറ്റത്തിലേക്കായിരിക്കും. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിൽ ഏതിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് ആ കാർബൺ ആറ്റത്തിലേക്കാണ് നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ CHഉം CH2 ആണുള്ളത്. ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് CH എന്ന കാർബൺ ആറ്റത്തിലാണ്. അതുകൊണ്ട് OH പോകുന്നത് CH എന്നുള്ള കാർബൺ ആറ്റത്തിലേക്കാണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് CH3 CHOH CH3 ആയിരിക്കും. അനദർ എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH3 CH3 plus H2O in presence of H+ gives CH3 COH CH3 CH3. ഇവിടെയും മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫ്രം കാർബോണിൽ കോമ്പൗണ്ട്സ്. ഫസ്റ്റ് മെത്തേഡ്, ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്താൽ ആൽക്കഹോള് ഫോം ചെയ്യുന്നു. RCHO എന്നാണ് ആൽഡിഹൈഡിൻ്റെ ജനറൽ ഫോർമുല.
RCOR അല്ലെങ്കിൽ RCOR ഡാഷ് എന്നാണ് കീറ്റോണിൻ്റെ ജനറൽ ഫോർമുല. RCOR ഡാഷ് ദാറ്റ് ഈസ് കീറ്റോൺ പ്ലസ് H2 in presence of platinum or palladium gives RCHOH R dash. സെക്കൻഡറി ആൽക്കഹോളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RCHOH R ഡാഷ് എന്നാണ്. കീറ്റോൺസിനെ റെഡ്യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടുന്നത്. കീറ്റോണിനെ റെഡ്യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. RCHO പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓർ പലേഡിയം ഗിവ്സ് RCH2OH. RCH2OH എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോളിനെ RCH2OH എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. RCOR dash that is ketone on reduction with NaBH4 or LiAlH4 gives RCHOH R dash that is secondary alcohol. Strongest reducing agents ആണ് NaBH4 സോഡിയം ബോറോഹൈഡ്രൈഡ് അല്ലെങ്കിൽ LiAlH4 ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് പോലുള്ളത്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിന് NaBH4 അല്ലെങ്കിൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്താലും ആൽക്കഹോൾ കിട്ടും. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോണിനെ റെഡ്യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളുമാണ് കിട്ടുന്നത്. ബൈ റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് എസ്റ്റേഴ്സ്. കാർബോണിൽ കോമ്പൗണ്ട്സിൽ നിന്ന് ആൽക്കഹോള് പ്രിപ്പയർ ചെയ്യാനുള്ള നെക്സ്റ്റ് മെത്തേഡാണ് ബൈ റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് എസ്റ്റേഴ്സ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ജനറൽ ഫോർമുല RCOOH എന്നാണ്. RCOOH in presence of NaBH4 or lithium aluminum hydride gives RCH2OH that is primary alcohol. കാർബോക്സിലിക് ആസിഡ്സിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് is an expensive reagent. Therefore, commercially, acids are reduced to alcohols by converting them to esters, followed by their reduction using hydrogen in presence of catalyst. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എക്സ്പെൻസീവായ റിയേജൻ്റ് ആണ്. അതുകൊണ്ട് കൊമേഴ്ഷ്യലി ആസിഡിൽ നിന്ന് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം ആസിഡിനെ എസ്റ്ററാക്കി മാറ്റുന്നു. ദെൻ എസ്റ്ററിനെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആൽക്കഹോളാക്കി റെഡ്യൂസ് ചെയ്യുന്നു. RCOOHനെ ആദ്യം RCOOR ഡാഷ് അതായത് എസ്റ്ററാക്കി മാറ്റുന്നു. എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളാക്കി മാറ്റാൻ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻസിൻ്റെ ആവശ്യമില്ല. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് പോലെയുള്ള റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിക്കാതെ തന്നെ എസ്റ്ററിനെ ആൽക്കഹോളാക്കി കൺവേർട്ട് ചെയ്യാം.
ആർ സി ഒ ഒ ആർ ഡാഷ്, അതാണ് എസ്റ്റർ, പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് gives RCH2OH plus R dash OH. എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ മിക്സർ ഓഫ് ആൽക്കഹോൾസ് കിട്ടുന്നു. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻസ്. ഗ്രിഗ്നാർഡ് റിയേജൻസ് എന്താണെന്ന് നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കാർബോണിൽ കോമ്പൗണ്ട്സും കമ്പൈൻ ചെയ്ത് ഒരു അഡക്റ്റ് ഫോം ചെയ്യുന്നു, ഒരു അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ആൽക്കഹോള് ഫോം ചെയ്യുന്നു. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ടു ദ കാർബോണിൽ ഗ്രൂപ്പ് to form an adduct. Hydrolysis of the adduct gives an alcohol. C double bond O ഗ്രൂപ്പ് അടങ്ങിയ കോമ്പൗണ്ട്സിനെയാണ് കാർബോണിൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കാർബോണിൽ കോമ്പൗണ്ട്സും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ആൽക്കഹോള് ഫോം ചെയ്യുന്നു. കാർബോണിൽ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ് ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റേഴ്സ് എക്സെട്ര. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ആൽഡിഹൈഡിൽ നിന്ന് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് എങ്ങനെ ആൽക്കഹോള് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ CS3CH2MgBr ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, ദറ്റ് ഈസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, പ്ലസ് HCHO മെത്തനാൽ ഓർ ഫോർമാൽഡിഹൈഡ് gives CH3CH2CH2OMgBr. ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാള് ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന അഡീഷൻ പ്രോഡക്റ്റ് ആണ് CH3CH2CH2OMgBr. C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഓക്സിജൻ ആണ്. അതുകൊണ്ട് ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയറിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഓക്സിജൻ ആയിരിക്കും. അതിനാൽ ഓക്സിജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബണ് പോസിറ്റീവ് ചാർജുമായിരിക്കും. CS3CH2MgBr എന്ന ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതായത് CS3CH2 എന്ന ഗ്രൂപ്പ്. പോസിറ്റീവ് പാർട്ട് MgBr എന്ന പാർട്ടും ആയിരിക്കും. ഇപ്പം നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് പോസിറ്റീവ് ഉള്ള ഭാഗത്തും പോസിറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് നെഗറ്റീവ് ഉള്ള ഭാഗത്തുമായിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോർമാൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് കാർബണിലും MgBr എന്ന പാർട്ട് ഓക്സിജനിലുമായിരിക്കും അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ഫോം ചെയ്യുന്ന അഡക്റ്റാണ് CH3CH2CH2OMgBr. ഈ അഡക്റ്റിന് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ആൽക്കഹോൾ. ദാറ്റ് ഈസ് CH3CH2
CH2OMgBr plus H2O gives CH3 CH2 CH2OH plus MgOH Br. ഹൈഡ്രജൻ ഓക്സിജൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. OH എന്ന പാർട്ട് പോകുന്നത് MgBrൻ്റെ കൂടെയാണ്. നമ്മൾ പ്രോഡക്റ്റ് CH3 CH2 CH2OH പ്ലസ് MgOH Br. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആണ്. മറ്റു ഹയർ ആൽഡിഹൈഡ് എല്ലാം ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഫോർ എക്സാമ്പിൾ CH3 CH2 MgBr പ്ലസ് R-CHO gives CH3 CH2 CHR-OMgBr. ഈ അഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 CHOH R- പ്ലസ് MgOH ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CH3 CH2 MgBr ഈഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് പ്ലസ് CH3 CHO R- പകരം CH3 എന്ന ഗ്രൂപ്പ്, അതായത് അസറ്റാൽഡിഹൈഡ് ആണ് നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡ്, gives CH3 CH2 CH3 OMgBr എന്ന അഡക്റ്റാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പാണ് കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നത്. MgBr എന്ന പാർട്ടാണ് ഓക്സിജനിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 CH3 OMgBr എന്ന അഡീഷൻ പ്രോഡക്റ്റ് ആയിരിക്കും. ഈ അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 CHOH CH3 പ്ലസ് MgOH Br ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ആൽക്കഹോള് ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോളും മറ്റു ആൽഡിഹൈഡ് എല്ലാം ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് സെക്കൻഡറി ആൽക്കഹോളുമായിരിക്കും. കീറ്റോൺസ് when react with Grignard reagents give tertiary alcohols. കീറ്റോൺസ് ഗ്രിഗ്നാർഡ് റിയേജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ടേർഷ്യറി ആൽക്കഹോൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CH3 CH2 MgBr പ്ലസ് RCOR- എന്നാണ് കീറ്റോണിൻ്റെ ജനറൽ ഫോർമുല. gives CH3 CH2 CR-OMgBr. ഈ അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് CH3 CH2 COH R- പ്ലസ് MgOH Br. ആൽഡിഹൈഡിൽ അഡീഷൻ നടന്ന പോലെ തന്നെയാണ് ഇവിടെയും അഡീഷൻ നടക്കുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് കാർബണിലും MgBr എന്ന ഗ്രിഗ്നാർഡ് മെഗ്നീഷ്യം റിയേജൻറ്റിലെ പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഓക്സിജനിലുമായിരിക്കും. ഇതിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്
ടേർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ. മറ്റു ആൽഡിഹൈഡ്സും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് സെക്കൻഡറി ആൽക്കഹോൾ. കീറ്റോണും ഗ്രിഗ്നോർഡ് റിയേജൻറ്റും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ടേർഷ്യറി ആൽക്കഹോൾ.